പ്രൈസ് കർത്താവിൻ്റെ ധനിവരും നാമം ഈ പ്രഭാത സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണാപ്രമസോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ദൂഷിപ്പാനും ജാഗരിപ്പാനും എല്ലാ ദിവസവും ആഴ്ചയിലൊരിക്കൽ എല്ലാ തിങ്കളാഴ്ചയും ബൂസ് പ്രാർത്ഥിപ്പാനും കർത്താവ് ഇടയാക്കുന്നല്ലോ. ഈ മിനിസ്റ്ററോട് ചേർന്ന് സഹകരിക്കുന്ന പ്രിയപ്പെട്ടവർ, അഭിനയാംക്ഷികൾ, സഹപ്രവർത്തകർ എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹം അറിയിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ തൊട്ടുള്ള ഒരാഴ്ചയിൽ ജീവിപ്പാനുള്ള ദൈവജനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് സ്വതം പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ആ ദൈവജന സന്ദേശം 1600 പേര് അതിൻ്റെ റീലും ഒക്കെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആഴ്ചത്തെ ദൂതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശ്രമം ഉറപ്പിച്ച ദേശത്തും നിങ്ങൾക്കായി പകരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 72:12 നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിവനെയും വിടുവിക്കുമല്ലോ. സ്തോത്രം. നിലവിളിക്കുന്നവനെ വിടുവിക്കുന്ന ദൈവം, അല്ലെങ്കിൽ നിലവിളിയുടെ ശബ്ദം കേട്ട് വഴിമാറാത്ത ദൈവം എന്നുള്ള ശബ്ദമാണ് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിട്ടത്. സ്തോത്രം. എന്തുകൊണ്ടാണ് നാം നിലവിളിക്കേണ്ടത്? ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമ്മൾ സങ്കീർത്തനം 50:15 വായിക്കുമ്പോൾ കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക എന്നാണ് അവിടെ രേഖപ്പെടുത്തിയ. കഷ്ടകാലം വരുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികൾ നട്ടം തിരിയുന്നവരായിട്ടും ആമേൻ തകർന്നു പോകുന്നവരായിട്ടുമാണ് പലരെയും കാണാറുള്ളത്. സദൃശവാക്യങ്ങൾ 24 അധ്യായം അതിൻ്റെ 9 വാക്യത്തിൽ കാണുന്നു. 9-10 വാക്യങ്ങൾ. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം. കഷ്ടകാലത്ത് പലരും കുഴഞ്ഞു പോകാറുണ്ട്, എന്നാൽ കഷ്ടകാലത്ത് പലരും പിറുപിറുക്കാറുണ്ട്. കഷ്ടത കൊണ്ട് പലരും താഴ്ത്തപ്പെടാറുണ്ട്, എന്നാൽ കഷ്ടതയുടെ സമയത്ത് കഷ്ടകാലത്ത് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്ന നാം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക, നിലവിളിക്കുക എന്നാണ്. ആ കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ തകർന്നു പോകാനും കൊഴിഞ്ഞു പോകാനല്ല, നിലവിളിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന് വിടുവിക്കുന്ന കരം നമുക്കായി നീട്ടും. രണ്ടാമത് ലാമെന്റേഷൻസ്, വിലാപങ്ങൾ 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ വളരെ പ്രസിദ്ധമായ വാക്യമാണ്. അവിടെ വളരെ ശക്തമായിട്ട് പ്രവാചകൻ ഓർപ്പിക്കുന്നത്, നീ ദൈവത്തോട് നിലവിളിക്കണം. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിങ്കൽ ദൈവത്തോട് പ്രാർത്ഥനയോടെ വായിക്കുന്നത്, അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ പുറമേ ഉള്ള ചില ബാഹ്യപ്രകടനമാകാൻ നിലവിളിയല്ല, അതിലുപരിയായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഹൃദയം കൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു. സ്തോത്രം. രാവും പകലും ദൈവത്തിന് കണ്ണീരൊഴുക്കി. അവനെ സ്വസ്ഥത കൊടുത്തില്ല, കൺമണി വിശ്രമം കൊടുത്തില്ല. ഓരോ യാമങ്ങളെ ആരംഭത്തിലും എഴുന്നേൽക്കുകയും നിലവിളിക്കുകയും ചെയ്തു. ഹൃദയത്തെ വെള്ളം പോലെ ദൈവത്തിനെ പകർന്നു. ഈ നിലയിൽ നിലവിളിക്കുവാനായിട്ട് നിലവിളിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ട 5 കാര്യങ്ങളെ പറ്റിയാണ് വായിക്കുന്നത്. സ്തോത്രം. അതിനെ വിശദീകരിക്കുന്നില്ല. ആ നിലയിൽ നിലവിളിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ കരം അനുകൂലമായി നീട്ടുവാണ്ടിയാകും. സ്തോത്രം. എന്തെല്ലാം കാരണത്തിനു വേണ്ടിയാണ് നമ്മൾ നിലവിളിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 15-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ കാണുവാണ്ടിയാകുന്നത്, അവിടെ ഒരു മാതാവ്, ഒരമ്മ തൻ്റെ മകളുടെ രോഗവിഷയത്തിൽ വളരെ ഭാരപ്പെട്ട് നിരാശരായ പല സ്ഥലത്തും പോയി ചികിത്സ നടത്തിയിട്ടും കഴിയാതെ വന്നപ്പോൾ യേശുവിനെ പറ്റി അറിഞ്ഞു. യേശുവിനെ പറ്റി അറിഞ്ഞപ്പോൾ യേശുവിൻ്റെ പിന്നാലെ അവൾ നിലവിളിച്ചുകൊണ്ട് നടന്നുവെന്നാണ്. ശിഷ്യന്മാർ പറഞ്ഞു, ഒത്തിരി മണിക്കൂറുകളായിട്ട് ഈ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. സ്തോത്രം. അവിടെ എന്നാൽ യേശു ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ലാതെ കാണുന്നു. ഒടുവിൽ പാരഗ്രാഫ് അവസാനിക്കും കാണുന്നത്, അവിടെ നിലവിളി കേട്ട് ദൈവം അവളുടെ മകനെ വിടിയിപ്പാൻ, തലമുറ വിടിയിപ്പാൻ. കാരണം രോഗബന്ധനത്താൽ കഷ്ടപ്പെടുമ്പോൾ നീ ചെയ്യേണ്ടത് ദൈവത്തോട് നിലവിളിക്കേണ്ട ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, 2 കിങ്സ് 2 4-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, കടഭാരത്തിൽ കഷ്ടപ്പെടുകയാണ്. ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ പറയുന്നു, ഞങ്ങൾ കടമായിരിക്കുന്നു, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ഇന്ന്
എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്ന കടഭാരം കൊണ്ട് സൂസൈഡ് ചെയ്ത വ്യക്തികൾ. സ്തോത്രം. കടഭാരം കൊണ്ട് നിവൃത്തിയില്ലാതെ അടുത്ത കട മേടിക്കാൻ പോകുന്നവർ, അങ്ങനെ സ്തോത്രം പണക്കാരടുത്തേക്ക് പോകുന്നവർ, സ്തോത്രം പലിശക്കാരന് പോകുന്നവർ, അങ്ങനെ പല നിലയിൽ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നു, കടഭാരത്താൽ ഭാരപ്പെടുന്ന നിനക്ക് പരിഹാരം ദൈവസന്നിധിയിൽ ഉണ്ട്. ആ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, ഒന്നാം വാക്യം വായിക്കുന്ന, അവൾ നിലവിളിച്ചപ്പോൾ അവിടെ കടഭാരം മാറുവാണ് വഴി പുറത്തു നിന്നല്ല, വിദേശത്തു നിന്നല്ല, അവിടെ വീട്ടിൽ തന്നെ ഉള്ളതിനെ ദൈവം വർദ്ധിപ്പിച്ച് കൊടുത്ത് കടഭാരം മാറ്റി ബാലൻസ് ഉള്ളവളാക്കി മാറ്റിയ ചരിത്രമാണ് ഇവിടെ കാണുന്ന. സ്വന്തം കടഭാരങ്ങൾ നട്ടം തിരിഞ്ഞ് നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വിഷയത്തിന് ദൈവത്തോട് നിലവിളിച്ചാൽ പരിഹാരമുണ്ട്. മൂന്നാമത്തെ വിഷയം, 1 ശമൂവേൽ 1-ാം അധ്യായം 10 മുതൽ വാക്യങ്ങൾ കാണുമ്പോൾ, 1-ാം അധ്യായം മൊത്തം വായിക്കുമ്പോൾ ആലയത്തിന്റെ സ്ഥിതി വല്ലാതെ തകർച്ചയിലാണ്. ആമേൻ, സ്തോത്രം. ആത്മീയ മണ്ഡലം തലമുണ്ടിരിക്കുന്നു. വചന ശുശ്രൂഷ നടക്കുന്നില്ല, ദർശനവും കൃപാവരവും നടക്കുന്നില്ല. അപ്പോൾ ഒരു ആത്മീയ തലമുറയ്ക്ക് വേണ്ടി ഹന്ന ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. ഒരു സ്പിരിച്വൽ ജനറേഷന് വേണ്ടി, ആത്മീയ തലമുറ ഉളവാകുവാനായിട്ട് അതിൻ്റെ ഈ അഭാവം മനസ്സിലാകരുത്. അങ്ങനെ പ്രാർത്ഥിപ്പാൻ തയ്യാറായ ഹന്നയെ പോലെ പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ദൈവത്തിൻ്റെ കരം നീട്ടുപണിയാകും. 4-ാമത്തെ വിഷയം എന്ന് പറയുന്നാൽ, എസ്തേർ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ആമേൻ, എൻ്റെ ജനത്തിന് വരുന്ന നാശം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? അവരുടെ സ്തോത്രം, ഹല്ലേലൂയ, അവരുടെ തകർച്ച എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവരെ ഓർത്ത് എനിക്ക് സ്വസ്ഥതയോടെ, ഈ രാജ കൊട്ടാരത്തിലാണ് താമസിക്കുന്നെങ്കിലും എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ്തേർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 8:6. എൻ്റെ ജനത്തിന് അനർത്ഥം എങ്ങനെ കണ്ടു സഹിക്കും? നാശം എങ്ങനെ കണ്ടു സഹിക്കും? അനർത്ഥങ്ങളും നാശങ്ങളും നിന്റെ വീട്ടിലോ നിന്റെ സഭയിലോ ചുറ്റുപാടിൽ സംഭവിക്കുമ്പോൾ, ആമേൻ, നീ പൊറുപുറത്തുകൊണ്ട് മറ്റുള്ള ദൈവത്തെ കുറ്റപ്പെടുത്തിയിരിക്കുകയല്ല. ഈ അനർത്ഥവും സ്തോത്രം നാശവും വ്യക്തികൾ, കുടുംബങ്ങളുടെ, സഭകളിൽ കാണുമ്പോൾ അത് കണ്ടിട്ട് ഹല്ലേലൂയ ഒരാത്മഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ, നിലവിളിപ്പാൻ തയ്യാറാകുന്ന എസ്തേർമാരെ നിൽക്കേണ്ട ആവശ്യമാണ്. 4 വിഷയങ്ങൾ അധികം ഓർപ്പിക്കുന്നത്, രോഗം നിമിത്തം, കടഭാര നിമിത്തം, തലമുറയുടെ ഒരു ആത്മീയ തലമുറയുടെ ഇല്ലായ്മ കൊണ്ട്, ആത്മച്യുതി സഭയിൽ ദേശം നടക്കുന്നുകൊണ്ട്, ആമേൻ, സ്തോത്രം, ജനത്തിനുണ്ടാകുന്ന അനർത്ഥവും നാശത്തിൻ്റെയും സംഖ്യ കൂടുമ്പോൾ അവരെ ഓർത്തുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, നിലവിളിപ്പാൻ ആര് തയ്യാറാകുന്നു, അവിടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ദൈവം ചില വിടുതൽ അയക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഈ രാവിലെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആർക്കെല്ലാം? സാധാരണ സ്ത്രീകൾക്കാണ് കരയാൻ, നിലവിളിപ്പാൻ പറ്റുന്നതാണ് പറയാറുള്ളത്. സ്തോത്രം. എന്നാൽ ബൈബിൾ ചരിത്രത്തിൽ ഞാൻ ഓർക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നിലവിളിപ്പാൻ കഴിയും. നിലവിളിച്ച സ്ത്രീയെ പറ്റിയാണ് ഇതുവരെയും ഓർത്തത്. 1 എസ്തേർ പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവൾ പറയും, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഉപസിക്കുകയാണ്. സ്വന്തം നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിന് മുമ്പിൽ ചെല്ലും. അങ്ങനെ അവർ ഉപസിച്ച് നിലവിളിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ആ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് ദൈവത്തിന് വലിയ കരം നീട്ടുവാൻ ഇടയായിട്ടുണ്ട്. 2 നമ്മൾ കേട്ടല്ലോ, 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഹന്നായുടെ സഹോദരി എന്ത് ചെയ്തു? ദൈവത്തിന് വളരെ പ്രാർത്ഥിച്ച മനസ്സോട് കരഞ്ഞെന്നാണ്. അവർ ദൈവത്തോട് നിലവിളിച്ചു. ഒരു സ്ത്രീക്ക് നിലവിളിപ്പാനും കഴിയും. എസ്തേർ, ഹന്ന, എക്സാമ്പിൾ. ഇനി അനേക സ്ത്രീകളെ പറ്റി നമുക്ക് കാണുകയാകും. 2 പുരുഷന്മാർ നിലവിളിപ്പാൻ കഴിയും. എസ്തേർ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ മൊർദെഖായി എന്ന് പറയുന്ന പുരുഷൻ, ആമേൻ, വെട്ടി സ്തോത്രം തന്നെ ഹല്ലേലൂയ ഹൃദയത്തെ വെള്ളം പോലെ പകർന്ന് ഹൃദയത്തെ കീറിക്കൊണ്ട്, വസ്ത്രങ്ങളല്ല, ഹൃദയത്തെ കീറിക്കൊണ്ട് എന്ത് ചെയ്യാണ്? സ്തോത്രം, ദൈവത്തോട് നിലവിളിച്ചു. അവിടെ വിടുതൽ നടന്നു. സ്തോത്രം. സംഘത്തിന് 51-16 വാക്യങ്ങൾ, ദാവീദ് എന്ന മനുഷ്യൻ എന്ത് ചെയ്യാണ്? സങ്കടം പോലെ ദൈവത്തോട് കരയുവാൻ, നിലവിളിപ്പാൻ്റെയായി. സ്തോത്രം. അപ്പോൾ പുരുഷന്മാർക്ക് നിലവിളിപ്പാനും കഴിയും. സ്തോത്രം. എത്രയെല്ലാം പ്രാവശ്യം നമുക്ക് നിലവിളിപ്പാൻ കഴിയും? 55-ാം സംഘത്തിന് 17-ാം വാക്യം വായിക്കുന്നു, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരവും സങ്കടം പോലെ നിലവിളിപ്പാൻ ദാവീദിന് കഴിയും. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, ദൈവദാസനെ, നീ നിലവിളിപ്പാൻ തയ്യാറായാൽ നിന്റെ നിലവിളിക്ക് അപ്പുറം പോലെയുമല്ല, നിലവിളിക്ക് ഉത്തരം തരുവാനും മതിയായ ജയമാണ്. ഏതെല്ലാം വിഷയത്തെ ഭാരപ്പെടുന്ന വിഷയത്തിമേ ദൈവം നിനക്ക് മുറക്കൽ ചെയ്യുവാൻ, ഒരു വിടുതലയക്കുവാൻ സ്വർഗം താല്പര്യം. ഈ ദൂതിന് മുമ്പിൽ സമർപ്പിക്കുന്ന വ്യക്തികളുടെ മേൽ ഈ ആഴ്ച വിടുതലിൻ്റെ ആഴ്ചയെ മാറാൻ പോവുകയാണ്. എന്നാൽ നീ എന്ത് ചെയ്യണം?
നിലവിളിപ്പാൻ സമയം കണ്ടെത്തിയേ പറ്റൂ. ഹല്ലേലൂയ. പുരുഷനോ സ്ത്രീയോ ആരായാലും ഈ രാവിലെ ദൂതന്മാർ സമർപ്പിക്കുന്നു. ദൈവം ഒരു മിറക്കിൾ, ഒരു ഡെലിവറൻസിനൊക്കെ അയക്കുന്നുവെന്ന് ആത്മാവ് ഓർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ രാവിലെ ദൂതന്മാർ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ വിടുവിച്ചാട്ട് ഈ ആഴ്ച ഒരു നിലവിളിക്കുന്നവർക്ക് വിടുതൽ ലഭിച്ചു എന്നുള്ള ഒരു വിടുതലിന്റെ ആഴ്ചയെ മാറട്ടെ ആത്മാവ് പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.